അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 മോഡല് 12 സീറ്റ് തമിഴ്നാട് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ വർക്കുകൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ട്രിച്ചി എന്നാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇവരുടെ ഒരു വണ്ടി നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 മോഡലാണ് വണ്ടി. അപ്പോൾ ആ ഒരു മോഡൽ, അതായത് നമ്മുടെ 2015-16 കാലഘട്ടങ്ങളിലെ വലിയ ടൈപ്പ് സ്കേർട്ടിങ് കാര്യങ്ങളായിരുന്നു വണ്ടിയിൽ നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ സ്കേർട്ടിങ്, അതേപോലെ തന്നെ കേലിയർ, അതേമാതിരി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ബമ്പർ സ്കേർട്ടൊക്കെ കാറിൻ്റെ ടൈപ്പ് ബമ്പർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ പാച്ച് വർക്ക്, അതുമാതിരി ഉള്ളിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ പ്ലാറ്റ്ഫോം, അതേപോലെ തന്നെ കർട്ടൻ, പിന്നെ ഡാഷ്ബോർഡ് പെയിൻറ്റിങ്, സൈഡ് പാഡ് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇൻസൈഡിൽ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഫ്രണ്ടിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ അതായത് മൈനസ് ടൈപ്പ് ടോപ്പ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പോഴത്തെ 2024 മോഡൽ കേലിയറാണ് നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ടൈപ്പ് തന്നെ സൺസൈഡും അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 BS6 മോഡൽ മിററും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ബോണറ്റ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടായിരുന്നു. കാരണം നിലവിൽ വരുന്ന സമയത്ത് ഒരുപാട് പാച്ച് വർക്ക് കാര്യങ്ങൾ ബോണറ്റിമേ ആണെങ്കിലും അതേപോലെ തന്നെ ഗ്ലാസ് ഫ്രെയിമേ ആണെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ് ഫ്രെയിം ആണെങ്കിലും അതേപോലെ തന്നെ ബോണറ്റ് ആണെങ്കിലും പുതിയത് ചെയ്തതാണ്. അതായത് ബോണറ്റ് പുതിയത് മാറി ഗ്ലാസ് ഫ്രെയിം ആണെങ്കിലും പുതിയത് മാറിയതാണ്. അതേപോലെ തന്നെ 2 ഹെഡ്ലൈറ്റ് പുതിയത് ചെയ്ത് അതുമ്പോൾ തന്നെ കസ്റ്റം ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രില്ല് വലിയ ഫുൾ ടൈപ്പ് മെഷ് ടൈപ്പ് ഗ്രില്ല് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പർ കാർ ടൈപ്പ് ബമ്പർ, ഇപ്പോഴത്തെ 2023 ലാസ്റ്റോട് കൂടിയിട്ട് ഇറങ്ങിയ ടൈപ്പ് ബമ്പറാണ്. ആ ഒരു ബമ്പറും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് അതേപോലെ തന്നെ 2 എക്സ്ട്രാ ഫോഗ് ലാമ്പ്, അതുമാതിരി തന്നെ ബമ്പറിൻ്റെ ലിപ്പാണ് ഫ്രണ്ടിൽ നിന്ന് ഓൾമോസ്റ്റ് നോക്കുമ്പോൾ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞത്. ഇപ്പം നിലവിൽ വണ്ടിക്ക് വൈറ്റ് ആണ് മെയിനായിട്ട് കളർ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞ് വണ്ടി ടെസ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ആയണ സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി അഡീഷണൽ ആയിട്ട് ഡിസൈൻ ഫുൾ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിച്ചിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ അവിടേക്ക് കൊണ്ടുപോയതിന് ശേഷം പിന്നീട് ഏകദേശം ഒരു 6 മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് അടിക്കാനായിട്ട് ഉദ്ദേശിക്കണേ. നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു വണ്ടിയുടെ സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേലിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ഓൾറെഡി നിലവിലുണ്ടായിരുന്ന റെയിൻ ഗാർഡ് ചേഞ്ച് ചെയ്ത്, അതായത് ഇൻസൈഡ് ആണെങ്കിലും ഔട്ട് സൈഡ് ആണെങ്കിലും പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ അതായത് കർട്ടൻ പുതിയ കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കൂളിംഗ് ഉള്ള കാരണം കൊണ്ട് ആ കർട്ടൻ്റെ പക്ക ഒരു ഫിനിഷിങ് നിലവിൽ കാണുന്നില്ല. അതേപോലെ തന്നെ പക്കയായിട്ട് അതായത് മിറർ ഫിനിഷിങ്ങിൽ ബോഡി പെയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ സൈഡ് ബോഡി ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടൈപ്പ് ബോഡി ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി തന്നെ 4 അലൈവിലും അല്ല 5 അലൈവിലും കാര്യങ്ങൾ ബ്ലാക്കായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ വന്ന സമയത്ത് ഒരുപാട് സ്ക്രാച്ചസും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു മാറ്റം എന്നുള്ള കണ്ടീഷനിൽ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലാപ്പ് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പക്ക പ്ലെയിനായിട്ട് അതായത് ഒരു തമിഴ്നാട്ടിലേക്ക് പോണ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ പക്ക വൈറ്റിൽ പോണത് ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസം കഴിയുമ്പോൾ ഈ ഒരു വണ്ടി ഗ്രാഫിക്സും കാര്യങ്ങളും അതേമാതിരി തന്നെ ഇൻറ്റീരിയൽ പിക്സൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഔട്ട് സൈഡ് ആണെങ്കിലും പ്ലാറ്റ്ഫോം ആണെങ്കിലും സൈഡ് ബേഡ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് സൈഡിൽ വരുത്തിയാണ് മാറ്റേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ അതായത് നമ്മുടെ ടാറിൻ്റെ ബാക്ക് ബമ്പർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ കസ്റ്റമൈസ്ഡ് ടൈൽ ലാമ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബമ്പർ സ്കേർട്ട് ഉള്ളതിന് ക്രെറ്റ ടൈപ്പാണ് നമ്മൾ എന്താ പറയുക ബാക്ക് ബമ്പർമത്തെ ലൈറ്റ് കൊടുക്കാറുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും കൊടുക്കൽ വളരെയധികം ചുരുക്കമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2500 നമുക്ക് ആ ഒരു ലൈറ്റിന് മാത്രം എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു റേഞ്ചിലേക്ക് കൊടുക്കാറില്ല. ഒരു 450 ഒരു 500 റേഞ്ചിലുള്ള ലൈറ്റുകളാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കാറില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇതും അതിനകത്ത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ പുതിയത് അടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിന് കാലർ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതും തന്നെ സ്റ്റെപ്പിനും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ബാക്ക് സൈഡിലാണെങ്കിലും ഔട്ട് സൈഡിലാണെങ്കിലും വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻസൈഡിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇൻസൈഡ് പെയിൻറ്റിങ്, അത് സൈഡ് ബേഡ് ഡോർ പാഡ് ഡാഷ്ബോർഡ് അതുമാതിരി പ്ലാറ്റ്ഫോം പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്ലൈവുഡ് ഇട്ട് ബ്ലൂ ടൈപ്പ് വോൾവോ ടൈപ്പ് മാറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ഇൻസൈഡിലും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഇൻസൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പ്ലാറ്റ്ഫോമാണ് ചെയ്തിട്ടുള്ളത്. പ്ലാറ്റ്ഫോം പ്ലൈവുഡ് മാറി, അതായത് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. ആ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പ്ലൈവുഡ് മാറിയിട്ട് വോൾവോ ടൈപ്പ് മാറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡ് പാഡ് ഡോർ പാഡ് ഡാഷ്ബോർഡ്
ഫുള്ളായിട്ട് പുതിയ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കർട്ടൻ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അതായത് റെഡ് കളറാണ് നമ്മൾ ഇനി ഗ്രാഫിക്സ് അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് റെഡ് കളർ കർട്ടനും ഇൻസൈഡിൽ കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ഉള്ള കാരണം കൊണ്ട് ഔട്ട് സൈഡിലേക്ക് ആ റെഡ് ഫിനിഷിങ് പക്കയായിട്ട് വരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫുഡ് സ്റ്റെപ്പാണ്. ഫുഡ് സ്റ്റെപ്പ് അലുമിനിയം ഫുഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കാണ് നമ്മുടെ ഇൻസൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.